ബിജെപിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഈ പട്ടികയിലുണ്ടാകും. ചൊവ്വാഴ്ച ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതിയാണ് കേരളത്തിലെ പട്ടിക തീരുമാനിച്ചത്. എന്നാൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള തീരുമാനം മാറ്റി. ബുധനാഴ്ച ചേർന്ന യോഗമാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചത്. ഈ പട്ടികയാണ് ഇന്ന് പ്രഖ്യാപിക്കാനൊരുങ്ങുന്നത്. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അഭിലാഷ്, സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കില്ല എന്നൊരു തീരുമാനമെടുത്താൽ മാത്രമാണ് സുരേന്ദ്രന് സാധ്യതയെന്നറിയാൻ കഴിയുന്നു. ഇനി അറിയാനുള്ളത് പത്തനംതിട്ടയിൽ ആരാകും എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനം വരുമോ? ദിവ്യ, കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച സാധ്യതകൾ നമുക്ക് ഇപ്പോഴും തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരുപക്ഷെ തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണ് സ്ഥാനാർത്ഥിയാകുന്നത് എങ്കിൽ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതേസമയം തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുന്നില്ല എങ്കിലായിരിക്കും ടി രമേശിനെ പത്തനംതിട്ടയിലേക്ക് പരിഗണിക്കുക. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാവുകയും അന്ന് ശബരിമല പോലെ ഒരു വിഷയം ഇല്ലാതിരുന്നിട്ടും വലിയ മുന്നേറ്റം ആ തെരഞ്ഞെടുപ്പിൽ നടത്തുകയും ചെയ്ത സ്ഥാനാർത്ഥിയാണ് ടി രമേശ്. 1,38,000 വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ പ്രധാനമായും പരിഗണനയിലുണ്ടായിരുന്ന 3 പേരുകളിൽ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, കെ സുരേന്ദ്രൻ, ടി രമേശ് എന്നിവരായിരുന്നു. പത്തനംതിട്ട ഇല്ല എങ്കിൽ തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടി രമേശ് പിന്മാറുകയുമായിരുന്നു. തുടർന്നായിരുന്നു പി എസ് ശ്രീധരൻപിള്ളയുടെയും കെ സുരേന്ദ്രന്റെയും പേരുകൾ സജീവമായി പരിഗണിക്കപ്പെട്ടത്. അവിടെ കെ സുരേന്ദ്രന് തന്നെയായിരുന്നു മുൻഗണന. പ്രത്യേകിച്ച് RSSന്റെ സമ്മർദ്ദവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പി എസ് ശ്രീധരൻപിള്ള സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കണം എന്ന നിർദ്ദേശത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും എന്ന സൂചന തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മുരളീധർ റാവു, പി കെ കൃഷ്ണദാസ്, തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലും NDAയിലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായി എന്നും തൃശൂർ BDJS ഉള്ളതാണ് എന്നുമുള്ള കൃത്യമായ വിവരമായിരുന്നു നൽകിയത്. അപ്പോഴും ആരായിരിക്കും തൃശൂരിലെ സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായുമില്ല. BDJS പൊതുവെ ഉന്നയിക്കുന്ന പരാതികളിലൊന്ന് വിജയസാധ്യതയുള്ള മണ്ഡലം BDJSന് നൽകിയില്ല എന്നുള്ളതായിരുന്നു. ആ പരാതി കൂടിയായിരുന്നു തൃശൂർ നൽകുമ്പോൾ പരിഹരിക്കപ്പെട്ടത്. എന്നാൽ തൃശൂരിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നതിനോട് BJP ദേശീയ നേതൃത്വത്തിന് വിയോജിപ്പാണ്. തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കണം എന്നുള്ളതാണ്. തുഷാർ വെള്ളാപ്പള്ളി മത്സരത്തിനില്ല എങ്കിൽ BDJSൽ നിന്ന് ഈ സീറ്റ് തിരിച്ചു പിടിക്കുകയും ചെയ്യും. അപ്പോഴാണ് ആരാണ് സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം കൂടുതൽ രൂക്ഷമാകുന്നത്. എന്തായാലും BDJS മത്സരത്തിനില്ല എങ്കിൽ കെ സുരേന്ദ്രൻ തൃശൂരിൽ മത്സരിക്കുകയും ടി രമേശിനെ പത്തനംതിട്ടയിലേക്ക് പരിഗണിക്കുകയും ചെയ്യും. ഈ തരത്തിലുള്ള ഒരു പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം മാത്രമാണ് നേരിട്ടത്. സാങ്കേതികമായി ഈ വിഷയത്തെ നോക്കിക്കാണുകയാണെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ടായിരുന്നു. ദേശീയ ആസ്ഥാനത്ത് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും തയ്യാറാക്കിയ പട്ടികയിൽ അന്തിമ രൂപം നൽകുന്നതിന് വേണ്ടിയാണ് യോഗം ചേർന്നുകൊണ്ടിരുന്നത്. ചൊവ്വാഴ്ച വരെ നടന്ന യോഗത്തിൽ കേരളത്തിലെ പത്തനംതിട്ട ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ തീരുമാനമായിരുന്നു. ഈ തീരുമാനമായ മണ്ഡലങ്ങളുടെ പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം JP നദ്ദ നടത്തിയത്. എന്നാൽ ബുധനാഴ്ചയാണ് പത്തനംതിട്ട സംബന്ധിച്ച ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതിൽ പത്തനംതിട്ട മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. BJP ഒരു ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പ്രത്യേകമായി പട്ടിക പ്രസിദ്ധീകരിക്കാൻ താല്പര്യപ്പെടില്ല. മറിച്ച് ഒരു കൂട്ടം പട്ടികകൾ, അതായത് ഇന്നലെ തന്നെ 182 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. അത്തരത്തിൽ രണ്ടാം ഘട്ട പട്ടികയിലും വലിയ തോതിലുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം ഉണ്ടാകും. അതിനുള്ളിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കും. അഭിലാഷ്, ഇപ്പോൾ പത്തനംതിട്ടയിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്ന ഈ 3 പേരുകളാണ്. ഒന്ന് കെ സുരേന്ദ്രൻ, പി എസ് ശ്രീധരൻപിള്ള, ടി രമേശ്. ഈ മൂവരിൽ ആരെങ്കിലും ഒരാളിൽ തന്നെ എത്തിച്ചേരാനാണോ സാധ്യത? അതോ പത്തനംതിട്ടയിലെ സാമുദായിക സമവാക്യങ്ങൾ കണക്കിലെടുത്ത് മറ്റേതെങ്കിലും ഒരു പുതിയ പേരിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയുമുണ്ടോ? പത്തനംതിട്ട സീറ്റ് എന്നത് തുടക്കം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്. ഒരു വിജയ സാധ്യത എന്നതിനൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന, അതായത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒന്നാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഓരോ മണ്ഡലങ്ങളും വേർതിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ളത് അശ്രാന്ത പരിശ്രമം നടത്തിയാൽ വിജയസാധ്യതയുള്ളത്. ഈ തരത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ മണ്ഡലങ്ങളെയും വേർതിരിച്ചിട്ടുള്ളത്. അതിൽ കേരളത്തിൽ ഏറ്റവും വിജയസാധ്യതയുള്ളത് എന്നത് തിരുവനന്തപുരം മണ്ഡലമാണ്. അവിടെ കുമ്മനം രാജശേഖരനെ
മിസോറാം ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി നേരത്തെ തന്നെ തീരുമാനിക്കാൻ BJPക്ക് സാധിച്ചു. എന്നാൽ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അത് വിജയ സാധ്യതയുള്ള മണ്ഡലം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇതിൽ സാമുദായികമായ പിന്തുണ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നത്. നേരത്തെ തന്നെ BJP സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമായ ഒരു സർവേ നടത്തിയിരുന്നു. ഈ സർവേകളിൽ ഉടനീളം ഏറ്റവും അധികം മണ്ഡലങ്ങളിലേക്ക് പരാമർശിക്കപ്പെട്ട 2 പേരുകളിൽ ഒന്ന് കെ സുരേന്ദ്രന്റെയും മറ്റൊന്ന് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെയുമാണ്. പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ മത സാമുദായിക സംഘടനകളുടെ പിന്തുണ തനിക്കാണ് എന്നതാണ് ദേശീയ നേതൃത്വത്തെ പി എസ് ശ്രീധരൻപിള്ള ധരിപ്പിച്ചത്. പ്രത്യേകിച്ച് നായർ സമുദായം തനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ. അതോടൊപ്പം ഈ സർക്കാർ, അതായത് LDF സർക്കാരിന്റെ സമയത്ത് സഭാതർക്കം രൂക്ഷമാവുകയും അതിനെ ചൊല്ലി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് വലിയ തോതിലുള്ള അതിർത്തി നിലനിൽക്കുകയും ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം സർക്കാർ പറഞ്ഞു പറ്റിച്ചു എന്ന വികാരമാണ് ഉള്ളത് എന്നും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണയും ഈ ഘട്ടത്തിൽ തനിക്ക് ലഭിക്കുമെന്നുമുള്ള അറിയിപ്പാണ് കേന്ദ്ര നേതൃത്വത്തിന് പി എസ് ശ്രീധരൻപിള്ള നൽകിയത്. മറുഭാഗത്താകട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ശബരിമല വിഷയത്തിൽ കേരളത്തിൽ തന്നെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി മാറിയത് കെ സുരേന്ദ്രൻ ആയിരുന്നു. സുരേന്ദ്രൻ സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം ഇറങ്ങിച്ചെന്നുവെന്നും അണികളോടൊപ്പം നിന്നുവെന്നും അതിന്റെ പേരിൽ തന്നെ സർക്കാർ വൈരാഗ്യബുദ്ധിയോടുകൂടി കെ സുരേന്ദ്രനെ ജയിലിൽ അടച്ചു എന്നുമാണ് RSS ഉൾപ്പെടെയുള്ള നേതൃത്വം ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. ഇതാണ് അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കുന്നത്. ഇതിൽ കേന്ദ്ര നേതൃത്വത്തിന് BJPയുടെ ദേശീയ നേതൃത്വത്തിന് കൃത്യമായ ചില സർവേകൾ ഉണ്ട്. അവർ ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമുദായിക പിന്തുണ ഉൾപ്പെടെ ആരായിരിക്കും വിജയിക്കുവാൻ സാധ്യത, ജനങ്ങളുടെ വികാരം എന്താണ് എന്നത് സംബന്ധിച്ച ഒരു പൊതു വിലയിരുത്തൽ BJP ദേശീയ നേതൃത്വത്തിനുണ്ട്. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക. പൊതു സ്വീകാര്യനായ മറ്റൊരു സ്ഥാനാർത്ഥി കടന്നു വരുവാനുള്ള സാധ്യത വിരളമാണ്. ദിവ്യ, BJPയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള സൂചനകൾ. പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഈ പട്ടികയിലുണ്ടാകും. വിശദാംശങ്ങളാണ് KP അഭിലാഷ് നൽകിയത്.